എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആംഗിനിയൻ ടീംസിനാണ്. ഇവരിങ്ങനെ പേടിച്ചോടിക്കൊണ്ടിരിക്കുക. ഇവരുടെ പിന്നാലെയാണെങ്കിലോ നമ്മുടെ ഫയർ ബെൻഡേഴ്സും ടീമും ഉണ്ട്. എന്നാൽ നമ്മുടെ സൂക്കോയുടെ ടീംസ് അല്ല കേട്ടോ, നമ്മുടെ ജിയാവോയുടെ ടീംസാണ്. ഇവരാണെങ്കിൽ ഇവരുടെ സ്കില്ലൊക്കെ പുറത്തെടുത്തിട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ ഓടിച്ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡിലാണ്. ഫ്രണ്ടിലോട്ട് ചാടുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, അങ്ങെടുത്ത് ചാടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ആപ്പ വരുന്നതും ഇവരെ അങ്ങ് രക്ഷപ്പെടുത്തുന്നതും. അങ്ങനെ ഇവർ നോർത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ആങ് ഒരു കാഴ്ച അങ്ങ് കാണുന്നത്. നിലത്തൊരു ഫോറസ്റ്റ് തന്നെ നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം കത്തിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപാട് നമ്മുടെ ആങ്ങിന് ആകെ മൂഡ് പോകുന്നുണ്ട്. കാരണം അത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അവതാറിൻ്റെ ഡ്യൂട്ടിയാണ് നേച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതൊന്നും അവനെ കൊണ്ട് സാധിച്ചില്ല. സോ അവനെ തന്നെ അങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ നമ്മുടെ കട്ടാറ വരുന്നു, അവനെ സമാധാനിപ്പിക്കുന്നു. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സോക്ക ഒരു സ്ഥലത്തായിട്ട് ഒരു ചെറിയൊരു കുട്ടീനെ കാണുന്നത്. ഇത് കണ്ടപാടുമ്പോൾ ഫ്രണ്ട് അവനൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്ഥലത്തിന് എന്താ സംഭവിച്ചെന്നുള്ളത് ഇവർക്ക് കറക്റ്റായിട്ട് അറിയണം. പക്ഷേ ഈ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടെ. ഈ ഒരു കുട്ടിയുടെ പിന്നാലെ എത്തിയിട്ടുണ്ട് അവർ. ഈ കുട്ടി ഓടി ചെന്നിട്ടുള്ളത് ഒരു വില്ലേജിനകത്താണ്. ഈ വില്ലേജിലാണെങ്കിലോ ഈ ഒരു കുട്ടി മാത്രമല്ല അവരെ കണ്ടിട്ട് പേടിക്കുന്നത്, എല്ലാവരും പേടിക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെ എന്തോ വലിയത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ ആങ്ങിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടുന്നത്. അവനിക്ക് അവതാരണ പവർ ഉള്ളതുകൊണ്ടായിരിക്കണം ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടുന്നുണ്ടാവുക. ഇത് കിട്ടിയപാട് നമ്മുടെ ആങ് ചോദിക്കുകയാണ്, ഇവിടെ ആ ഫോറസ്റ്റ് കത്തിയതല്ലാണ്ട് മറ്റെന്തോ നടന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇത് കേട്ടപാടി വില്ലേജിൽ ആൾ പറയാണ്, അതെ ശരിയാണ്, ഇവിടെ പലതും നടന്നിട്ടുണ്ട്. ആ ഒരു തീന് ശേഷം ഈ വില്ലേജ് മാറിപ്പോയി. ഞങ്ങളുടെ ക്രോപ്സ് എല്ലാം നശിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ എനിമൽസ് ആണെങ്കിലോ ആകെ വിരല് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ വില്ലേജിനകത്ത് ഫുഡ് ഇല്ലാണ്ടായപ്പോൾ ഞങ്ങളുടെ ഒരു ടീം ഫുഡിനായിട്ട് ഇറങ്ങി തിരിച്ചു. പക്ഷെ അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഫുഡിന് വേണ്ടി തേടിപ്പോയവരുടെ കൂട്ടത്തിൽ എൻ്റെ മകനുണ്ട്. ഈ ലോകത്ത് നടക്കാത്തതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാടെ നമ്മുടെ അവതാർ പറയാണ്, അതെ ഈ ലോകത്തിന്റെ അപ്പുറത്താണ് അവരുള്ളത്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ സൂക്കോയുടെ ഷിപ്പാണ്. ഇവർ നമ്മുടെ ആങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ അവന്റെ ക്രൂവിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ ആങ്ങിനെ ടീംസിനെ കുറിച്ചിട്ട്. പക്ഷെ ഇതാണെങ്കിൽ ഇവർ തള്ളിക്കളയാൻ, ഇതൊരു ചെറിയ ഇൻഫർമേഷൻ ആണെന്ന് കരുതിയിട്ടൊക്കെയാണ് തള്ളിക്കളയുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ ഇൻഫർമേഷൻ അത്രയും വാല്യൂ ഉള്ള ഒന്നായിരുന്നു. കാരണം ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ആങ്ങിനെ ടീംസിനൊക്കെ ട്രേസ് ചെയ്യായിരുന്നു. ഇനി ഇത് അറിഞ്ഞപാട് നമ്മുടെ സൂക്കോ ഇവന്റെ ക്രൂനെ അങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കാൻ. ഇത് കണ്ടപാട് ഇവന്റെ ക്രൂനാണെങ്കിലോ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കിങ്ങിനെ അസൂളിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അസൂള പറയാണ്, നമുക്ക് ആ ജിയാവിന് കുറച്ച് റിസോഴ്സസ് ഒക്കെ കൊടുത്തൂടെ? എന്തായാലും അവനല്ലേ അവതാരണ കണ്ടുപിടിച്ചത്, അവൻ ഇനി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇത് കേട്ടപാടെ നമ്മുടെ കിങ് വേണ്ട റിസോഴ്സസ് ഒക്കെ കൊടുത്ത് അയക്കുന്നുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ കിങ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അസൂള, നിന്റെ ഓർമ്മയിൽ ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ, ജിയാവോ അല്ല അവതാരണ കണ്ടെത്തിയത്, നിന്റെ ബ്രദറാ. ഇവിടെ വർക്കിൽ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ ഉള്ളവർക്കാ എന്റെ കസേര കിട്ടാൻ പോകുന്നത്, അതൊന്ന് ഓർത്തു വെച്ചോ അസൂള. ഇത് കേട്ടപാടെ നമ്മുടെ അസൂളൊക്കെ ആകെ മൂഡ് പോകുന്നുണ്ട്. കാരണം കിങ്ങിന്റെ ഫ്യൂച്ചർ ഹെയർ ആയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അസൂളെ അതുപോലെ തന്നെ സൂക്കൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആങ്ങിനും ടീംസിനാണ്. ഇവർ മറ്റേ കാണാതായ ആൾക്കാരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാൻ. ഈ ടൈമിൽ നമ്മുടെ ആങ് പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവിടെ മൊത്തം 2 വേൾഡ് ഉണ്ട്. ഒന്ന് നമ്മുടെ വേൾഡും ഒന്ന് സ്പിരിറ്റ് വേൾഡും. ആ ഒരു സ്പിരിറ്റ് വേൾഡിലാണ് ഇപ്പോൾ കാണാതായവരൊക്കെ ഉള്ളത്. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ വേൾഡും സ്പിരിറ്റ് വേൾഡുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ബാരിയർ അത് ഭയങ്കരമായിട്ട് ചെറുതായിരിക്കും. പിന്നെ പോരാത്തതിനെ നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഉണ്ടാക്കി വെച്ച ഒരു ഫയർ അത് ഒരു ബാരിയറിനെ പിന്നെ ചെറുതാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്പിരിറ്റ് വേൾഡ് ഓപ്പൺ ആയതും ആ ഒരാളുകളൊക്കെ അതിനകത്ത് പോകാനും കാരണം. ഇവിടെ ഞാനെന്ന അവതാറാണ് ഈ ഒരു സ്പിരിറ്റ് വേൾഡും നമ്മുടെ വേൾഡും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്. അതുകൊണ്ട് സ്പിരിറ്റ് വേൾഡിലേക്ക് ഞാൻ പോകുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ എനർജി എവിടെയാണുള്ളത് ആ ഒരു സ്ഥലം കണ്ടെത്തണം. ഇതിങ്ങനെ കണ്ടെത്താനാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ നടന്നിട്ട് അവരൊരു സ്ഥലം കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടേക്ക് നമ്മുടെ ആങ്ങിനാണെങ്കിലോ അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങുക. അവിടെ കുറേ പ്രതിമകളുണ്ട്. നമ്മുടെ ആങ് പോകുന്നു, ധ്യാനത്തിനിരിക്കുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി ആയിട്ടുണ്ട്. ഇതുവരെ അവനക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവനിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ്റെ സോള് അവൻ്റെ ദേഹത്ത് നിന്ന് അങ്ങ് പുറത്ത് കിടക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ കട്ടാറീസൊക്കെ ഞെട്ടുന്നുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ അവർ മറ്റൊരു കാഴ്ചയും കൂടി അവിടെ കാണുന്നുണ്ട്. ഇവരുടെ ശരീരം അവിടെ ഇങ്ങനെ കിടക്കുക, അതായത് ഇവരും ശരീരത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ സോക്ക ആകെ പാനിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. സോക്ക വന്നിട്ട് പറയുകയാണ് ഞങ്ങളെങ്ങനെയും തിരിച്ചാക്കാനൊക്കെ. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടെ ആ ഒരു സ്ഥലം മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നത്. ഇവർ നമ്മുടെ സ്പിരിറ്റ് വേൾഡിൽ എൻ്റർ ആയിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സൂക്കങ്ങളും കൂടിയിട്ട് അവതാരണ തപ്പി നടക്കുന്നുണ്ട്. മറ്റേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ഥലം ബേസ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരൊരു ബാറിൽ കയറുന്നു, അവിടെ കയറി അന്വേഷിക്കുന്നു. എന്നാൽ ഇങ്ങേരാണെങ്കിലോ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ സൂക്കോ ഒന്നും നോക്കിയില്ല, കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുന്നു, അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ശേഷം നമ്മുടെ സൂക്കോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 3 പിള്ളേരെ കണ്ടോന്നൊക്കെയാണ്.
പക്ഷെ ഇവൻ പറയുന്നത്, ഈ ഒരു ബാർട്ടൻഡർ പറയുന്നത്, 3 പിള്ളേരല്ലേ ഞാൻ കണ്ടത്, അവതാറിനെ തന്നെയാണ് കണ്ടത്. സോ അവതാർ ജീവനോടെയുള്ള കാര്യം ലോകം മൊത്തം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂക്കോക്കാണ് പണി കിട്ടാൻ പോകുന്നത്. സോ നമ്മുടെ സൂക്കോക്കിന് ആകെ ഭ്രാന്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ഇവരുടെ മുന്നിലോട്ട് ഒരാളങ്ങ് വന്ന് വീഴുന്നത്. ഇയാളാണെങ്കിൽ രക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സൂക്കോ അങ്ങളാണെങ്കിൽ രക്ഷിക്കാനോ, ആരെ രക്ഷിക്കാന്, അങ്ങനത്തെ ഒരു നിലയിലൊക്കെയാണ് നിൽക്കുന്നത്. ഈ ടൈമിലാണ് ഇവരൊരു കാഴ്ച കാണുന്നത്. ഈ രക്ഷിക്കാൻ പറഞ്ഞവനുണ്ടല്ലോ, അവനൊരു പെണ്ണ് വന്നിട്ട് അങ്ങ് കൊണ്ടുപോകാൻ. ഇവള് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു രാക്ഷസന്റെ പുറത്തൊക്കെ കയറിയിട്ടാ. ഇവള് വരുന്നു, ഇവനെ മയക്കുന്നു, ഇവനെ കൊണ്ടുപോകുന്നു. ഇവളൊരു ബൗണ്ടി ഹണ്ടറാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ അങ്കിളിന് എന്തൊക്കെയോ ഒരു ബുദ്ധിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ആംഗിനൻ ടീംസിനാണ്. ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ടൈമിലാണ് ഇവർ ഭയങ്കര വലിയൊരു കാഴ്ച കാണുന്നത്. ഒരു സ്പിരിറ്റ് വേൾഡിലത്തെ വലിയൊരു മൂങ്ങനെയാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൂങ്ങയാണെങ്കിലോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ആങ്ങിന് മാത്രമാണ്. കാരണം നമ്മുടെ ആങ്ങാണ് അവതാർ. പക്ഷെ ബാക്കി 2 പേർക്കാണെങ്കിലോ മറ്റേ മൂങ്ങ സംസാരിക്കുന്ന ഒരു മൂങ്ങയുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. സോക്കയും കട്ടാറാണെങ്കിൽ ആകെ അന്തമിട്ട് നിൽക്കുക. കാരണം നമ്മുടെ ആങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മൂങ്ങനോട്. ഇവരെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്? ഈ ഒരു നിലയിലാണ് അവന്മാർ നിൽക്കുന്നത്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ മൂങ്ങ അവതാറിനോട് വലിയ വലിയ രഹസ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവതാർ, നീ എന്തിനാണ് ഇവരെയും കൂട്ടി ഇവിടേക്ക് വന്നത്? ഇവിടേക്ക് ആ കൂടി പ്രവേശനമുള്ളത് നിനക്ക് മാത്രമാണ്. ഇപ്പം നീ ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല ടൈപ്പ് ക്രീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ അപകടകാരികളാണ്. അവരിവരുടെ ആത്മാവിനെ ഭക്ഷിക്കും. ഇത് കേട്ടവിടെ നമ്മുടെ ആങ് പറയാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് പൊക്കോളാം. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ പെട്ടിരിക്കുക. അവരെങ്ങനെയും ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. അവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല അവതാർ. പക്ഷെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഹട്ടിൽ ഒരാൾ ജീവിക്കുന്നുണ്ട്. അയാളെടുത്ത് പോ, അയാളോട് അന്വേഷിക്കുക. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ നീ പാത ഫോളോ ചെയ്താൽ മതി. പക്ഷെ ആ ഒരു പാത എപ്പോഴും നീ ഫോളോ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ മൂങ്ങ അവിടെ നിന്ന് അങ്ങ് പറന്നു പോവുക. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ അങ്കിളിനെയാണ്. അങ്കിൾ മറ്റേ ബൗണ്ടി ഹണ്ടർ ഉണ്ടല്ലോ, അവളുടെ പേരാണ് ജൂൺ. ഈ ഒരു ജൂണിനോട് സഹായം ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ അവതാറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം ഒരു ബൗണ്ടി ഹണ്ടർ ആകുമ്പോൾ അറിയാത്ത പല സ്ഥലങ്ങളും അറിയുന്നുണ്ടാവും. സോ ഇതൊരു നല്ല ഐഡിയ ആയിട്ടാണ് നമ്മുടെ അങ്കിളിന് തോന്നുന്നത്. പക്ഷെ നമ്മുടെ സൂക്കോക്കാണെങ്കിലോ അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്നാലും അവൻ കൂടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ആംഗുൺ ടീംസ് ആണെങ്കിലോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ മൂങ്ങയുടെ പാത പിന്തുടർന്നിട്ട്. പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ സോക്ക ഒരു കാഴ്ച കാണുന്നുണ്ട്. അവൻ്റെ പിന്നിലൂടെ ഭയങ്കര വലിയൊരു ഫുട് പ്രിന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടപാടെ നമ്മുടെ സോക്ക ആകെ പാനിക് ആവുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവർക്ക് മുന്നിലോട്ട് വലിയൊരു ക്രീച്ചർ വരുന്നത്. ഇതാണെങ്കിൽ ഒരുമാതിരി രൂപം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി രൂപമാണ്. ഇത് ഇവർക്ക് നേരെ അങ്ങ് വന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടപാട് ഇവരങ്ങ് ചാടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെടുക. അത് മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ ആങ് ഒരു കാര്യം കാണുന്നുണ്ട്. ഈ ക്രീച്ചറിന്റെ മുഖത്തായിട്ട് ഒരു മുറിപ്പാടുണ്ട്. ഇതേ മുറിപ്പാട് നമ്മുടെ ആങ് മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഒരു ഫോറസ്റ്റിനകത്തെ പ്രതിമയുടെ മുഖത്താണ് ആ ഒരു മുറിപ്പാടുണ്ടായിരുന്നത്. അതായത് ഇതൊരു നാച്ചുറൽ സ്പിരിറ്റ് ആണ്. അവിടെ നമ്മുടെ പ്രതിമക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇവൻക്കും പരിക്ക് പറ്റും. പിന്നെ പോരാത്തിന് ഫോറസ്റ്റിൽ ഭയങ്കര വലിയൊരു തീയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഘാതത്തിലാണ് ഈ ഒരു മുറിവ് ഉണ്ടായിട്ടുള്ളതും. അങ്ങനെ നമ്മുടെ ക്രീച്ചർ ആണെങ്കിലോ പിന്നെ ഇവർക്ക് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ 3 പേരും 3 വഴിക്കായിട്ട് അങ്ങ് ഓടുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ക്രീച്ചർ അവന്റെ വായിൽ നിന്നും വലിയൊരു ഫോഗ് അങ്ങ് പുറത്തെടുക്കുന്നത്. ഇത് പുറത്തു വന്നപാട് ഇവരെല്ലാവരും അങ്ങ് ബോധം കെട്ട് വീഴുക. പിന്നെ ഇവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ 3 പേരും 3 സ്ഥലത്താണുള്ളത്. ആരൊക്കെ എവിടെ എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മുടെ സോക്ക കണ്ണു തുറന്നിട്ടുണ്ട്. ഇവന്റെ മുന്നിലതാ 3 വാലുള്ള ഒരു കുറുക്കൻ. പക്ഷെ ഇവൾ അപകടകാരിയൊന്നുമല്ല. അങ്ങനെ ഇവള് പറയാണ് ആ ഒരു ക്രീച്ചറിന്റെ പേരാണ് ഹെയ്ബായ്. അതൊരു സ്പിരിറ്റാ. അവൻ വല്ലാത്തൊരു വേദനയിലാണുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനൊരു മോൺസ്റ്റർ അല്ല. സോക്ക, നിനക്കറിയണ്ടേ വേദന എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചേഞ്ച് ആക്കാന്നുള്ളത്? ഇത് കേട്ടപാട് നമ്മുടെ സോക്ക അതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് സംസാരിക്കുന്നില്ല. ഇത് കണ്ടപാട് നമ്മുടെ കുറുക്കനാണെങ്കിലോ അവിടെ നിന്ന് ഓടിപ്പോവാൻ. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കട്ടാറിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടാറുടെ ഫ്രണ്ടിലോട്ട് നമ്മുടെ കട്ടാറ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടപാട് ഇവളങ്ങ് പേടിച്ച് നിലത്ത് വീഴുക. എന്നാൽ ഇവൾ വന്ന് വീഴുന്നതാണെങ്കിലോ ഇവളുടെ നാട്ടിലാണ്, ഇവളുടെ വില്ലേജിൽ. ഇത് കണ്ടപാട് നമ്മുടെ കട്ടാർ ആകെ ഞെട്ടുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കട്ടാറുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ കട്ടാർ ആകെ ഞെട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം കട്ടാറയുടെ അമ്മ മരിച്ചു പോയതാണ്. പിന്നെ ഇവരെങ്ങനെ ജീവനോടെ വന്നു യാതൊന്നും അറിയില്ല. അങ്ങനെ അവൾ അവളുടെ അമ്മയുടെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ടാണ് ഇവളൊരു ചേഞ്ച് മനസ്സിലാക്കുന്നത്. ഇവൾക്ക് വാട്ടർ ബെൻഡിങ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു സ്പിരിറ്റ് വേൾഡിൽ ബെൻഡിങ് ഒന്നും നടക്കില്ല. എയർ ബെൻഡിങ് ആണെങ്കിലും ശരി, ഫയർ ബെൻഡിങ് ആണെങ്കിലും ശരി, എർത്ത് ബെൻഡിങ് ആണെങ്കിലും ശരി, വാട്ടർ ബെൻഡിങ് ആണെങ്കിലും ശരി, എന്ത് ബെൻഡിങ് ആണെങ്കിലും ശരി, ഈ ഒരു സ്പിരിറ്റ് വേൾഡിൽ അത് നടക്കില്ല. അത് നമ്മുടെ ആങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോഴാണ് നമ്മുടെ കട്ടാറൊക്കെ കത്തുന്നത്. അതിനർത്ഥം നമ്മുടെ കട്ടാറുള്ളത് അവളുടെ പാസ്റ്റിലാണ്. അങ്ങനെ അവളുടെ പാസ്റ്റിലുണ്ടായ ഒരു ഇവൻ്റാണ് അവളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് മൊത്തം നമ്മുടെ ഫയർ ബെൻഡേഴ്സ് അങ്ങ് വരിക. അതായത് ഇന്നാണ് നമ്മുടെ കട്ടാറയുടെ അമ്മ മരിക്കാൻ പോകുന്നത്. പക്ഷെ അവളുടെ അമ്മ എങ്ങനെയാണ് ശരിക്കും മരിക്കുന്നത് എന്നുള്ളത് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഫയർ ബെൻഡേഴ്സ് മൊത്തം ഇവിടെ എത്തിയിട്ടുള്ളത് ഇവരുടെ വില്ലേജിൽ ഒരു വാട്ടർ ബെൻഡറിനെ പിടിക്കാനാണ്. കാരണം എല്ലാ വാട്ടർ ബെൻഡേഴ്സും നോർത്തിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഒരൊറ്റ വാട്ടർ ബെൻഡർ നമ്മുടെ കട്ടാറയാണ്.
ഈ കട്ടാറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ചെറുപ്പത്തിൽ അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവളുടെ അമ്മയുടെ അടുത്ത് എത്തുന്നു, കട്ടാറിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ കട്ടാറാണെങ്കിലോ വാട്ടർ ബെൻഡിങ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഈ ഒരു ഫയർ ബെൻഡേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവളെ കൊണ്ട് പറ്റുന്നില്ല. ഈ ടൈമിൽ നമ്മുടെ ഫയർ ബെൻഡേഴ്സ് അവളെങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവളുടെ അമ്മ പറയുന്നത്, ഞാനാണ് ആ ഒരു വാട്ടർ ബെൻഡർ. ഇത് കേട്ടപാട് നമ്മുടെ ഫയർ ബെൻഡേഴ്സിനെ വെറുതെ ഇരിക്കുമോ, അവളെ അങ്ങ് കത്തിച്ച് കളയേ. ഈ ഒരു ദൃശ്യം കണ്ടപാട് നമ്മുടെ കട്ടാറ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് കത്തുന്നത്. അറിയാതെയാണെങ്കിലും നമ്മുടെ കട്ടാറ അവളുടെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കട്ടാറയുടെ അടുത്തോട്ട് ഒരു മോൺസ്റ്റർ അങ്ങ് വരുന്നത്. വരാന്ന് മാത്രമല്ല അവളെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സോക്കിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സോക്കൊക്കെ ഇതുപോലത്തെ ഒരു വിയേർഡ് മെമ്മറി കിട്ടുന്നുണ്ട് അവൻ്റെ പാസ്റ്റിന്ന്. അതേസമയം തന്നെ ഈ ഒരു മോൺസ്റ്റർ വരുന്നു, അവനെയും കൊണ്ടുപോകുന്നു. നമ്മുടെ ആങ്ങാണെങ്കിലും ഇവൻ്റെ ഫ്രണ്ട്സിനെ തപ്പിട്ട് നടക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ആങ് ഒരു കാഴ്ച കാണുന്നത്. അവൻ്റെ നാടാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കണ്ടേക്ക് നമ്മുടെ ആങ്ങിന് മനസ്സിലായി അത് ജസ്റ്റ് ഒരു ഇല്യൂഷൻ ആണെന്നുള്ളത്. ആ ഒരു കറക്റ്റ് ടൈമിലാണ് ഇതേ സെയിം മോൺസ്റ്റർ ഇവൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് വരുന്നത്. ഈ ഒരു മോൺസ്റ്റർ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായി അത് ജസ്റ്റ് ഒരു ഇല്യൂഷൻ ആണെന്നുള്ളത്? ഓ, നീ അവതാറാണല്ലേ. പണ്ട് ഞാനും നീയും തമ്മിലൊന്ന് കോർത്തിട്ടുണ്ട്. പക്ഷെ നിനക്കതറിയില്ല. നിനക്ക് മുമ്പുള്ളൊരു അവതാരമായിട്ടാണ് ഞാൻ കോർത്തിട്ടുണ്ടായിരുന്നത്. അവൻക്കിഷ്ടമുള്ള ഒന്ന് ഞാൻ അങ്ങ് കട്ടെടുത്തു, ഒരു മുഖം. ഇതും പറഞ്ഞിട്ട് അവൻ ഒരു മുഖം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ തിരിച്ചു വന്നത്? എന്റെ കയ്യിൽ നിന്നും കട്ടെടുത്തത് എനിക്ക് തന്നെ തിരിച്ചു തരാനാണോ? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആങ്ങിനാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ചോദിക്കുകയാണ്, എന്റെ ഫ്രണ്ട്സ് എവിടെ? ഇത് കേട്ടപാടി ഒരു മോൺസ്റ്റർ പറയാണ്, അവരെന്റെ ഭക്ഷണ, അത് ഞാൻ നിനക്ക് വിട്ടുതരും തോന്നുന്നുണ്ടോ? ഇതും പറഞ്ഞിട്ട് ഇവനെ അങ്ങ് ആക്രമിക്കാൻ വരെ. ഇത് കണ്ടപാട് നമ്മുടെ ആങ് അവിടുന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവൻ ചെന്നെത്തുന്നത് നമ്മുടെ മൂങ്ങ പറഞ്ഞു കൊടുത്ത ഒരു ഹട്ടുണ്ടല്ലോ അതിന്റെ ഫ്രണ്ടിലാ. പിന്നെ അവനൊന്നും നോക്കിയില്ല, അങ്ങ് അകത്ത് കയറാൻ. അകത്തതാ നമ്മുടെ ഗ്യാറ്റ്സോ. പക്ഷെ അതും ഒരു ഇല്യൂഷൻ ആണെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊരു ഇല്യൂഷൻ അല്ല, അത് റിയലാണ്. ഇത് കണ്ടപാട് നമ്മുടെ ആങ്ങിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവന്റെ ഗുരു, അവന്റെ ഫ്രണ്ട്, അവന്റെ ടീച്ചർ എല്ലാം ഈ ഒരു ഗ്യാറ്റ്സോ ആണ്. നമ്മുടെ ആങ് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഈ ഒരു സ്പിരിറ്റ് വേൾഡിൽ സ്വർഗത്തിലും നരകത്തിലൊന്നും പോകുന്നില്ലേ? ഇത് കേട്ടപാട് നമ്മുടെ ഗ്യാറ്റ്സോ പറയാണ്, ഞാനിവിടെ ഇരുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ആങ്. കാരണം എനിക്കറിയാം നിനക്ക് എന്നെ ആവശ്യമാണെന്നുള്ളത്. ഞാൻ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആങ് പറയാണ്, ഗ്യാറ്റ്സോ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു ഫോഗിൽ വിട്ടിട്ട് എവിടേക്കോ കുടുങ്ങിക്കിടക്കാൻ. അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഞാനൊരു മോൺസ്റ്ററിനെ കണ്ടു. ആ മോൺസ്റ്റർ ആണെങ്കിലോ എന്നെ അറിയാമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങേരായിട്ട് കോർത്തിട്ടൊക്കെ ഉണ്ട് അത്രേ. പിന്നെ പോരാത്തതിന് അങ്ങേർക്ക് വേണ്ട എന്തോ ഒന്ന് എൻ്റെ കയ്യിലുണ്ടെന്നാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കേട്ടപാട് നമ്മുടെ ഗ്യാറ്റ്സോ പറയാണ്, നിന്റെ ഫ്രണ്ട്സുള്ള ഒരു ഫോഗ് ഉണ്ടല്ലോ, ആ ഒരു ഫോഗ് നിന്റെ ഫ്രണ്ട്സിനെ വല്ലാണ്ട് ഹെർട്ട് ചെയ്യും, വല്ലാണ്ട് പെയിനിലാക്കും. അവരുടെ ഡാർക്കസ്റ്റ് മെമ്മറി ഉണ്ട്. അതുമാത്രമല്ല നീ കണ്ട ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, അവന്റെ പേരാണ് കോ. ആ കോയുടെ ഹണ്ടിങ് ഗ്രൗണ്ടാണ് ആ ഒരു ഫോഗ്. അവൻ ആളുകളെ ഡൗട്ട് കാണിച്ച് വശത്താക്കും, ശേഷം അവരെ പിടികൂടും. എന്നിട്ട് അവരുടെ ഫേസ് അങ്ങ് കട്ടെടുക്കും. അതാണ് അവന്റെ രീതി. അതിനുശേഷം അവരുടെ ആത്മാവും അവനങ്ങ് ഭക്ഷിക്കും. അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. പിന്നെ നീയും അവനും കോർത്ത കാര്യം അത് നിന്നെ കുറിച്ചിട്ടല്ല പറയുന്നത്, നിന്റെ പ്രീവിയസ് അവതാറിനെ കുറിച്ചാ, റോക്കുവിനെ കുറിച്ച്. ആ റോക്കു ഒരു ഫയർ നേഷൻകാരനാ. റോക്കു അവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആർക്കും കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നീ റോക്കുമായിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ. ഇത് കേട്ടപാട് നമ്മുടെ ആങ് പറയാണ്, എന്നെനിക്ക് റോക്കുവിനെ കണ്ടെത്തണം, അവനായിട്ട് സംസാരിക്കണം, അവനായിട്ട് കോണ്ടാക്ട് ചെയ്യണം. എങ്ങനെയാണോ ഞാൻ അവതാർ കിയോഷിനായിട്ട് കോണ്ടാക്ട് ചെയ്തത് അതുപോലെ തന്നെ റോക്കുവിൻ്റെ സ്ഥലത്ത് ഞാൻ പോവും, അവൻ്റെ ടെമ്പിളിൽ ഞാൻ കയറും, റോക്കുവിനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. ആങ് നീ സൂക്ഷിക്കണം. റോക്കു എന്ന അവതാരമായിട്ട് നിനക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആദ്യം ഫയർ നേഷനിലെത്തണം. അവിടെയാണ് റോക്കുവിൻ്റെ ടെമ്പിള്. നീ സൂക്ഷിച്ചേ പറ്റുള്ളൂ. അത് മാത്രമല്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ സ്വയം ബ്ലെയിം ചെയ്യൽ നിർത്തണം. ഇതൊന്നും നിന്റെ തെറ്റല്ല. അന്ന് ഫയർ നേഷൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നീയും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീയും മരിച്ചേനെ. സോ ഇതൊന്നും നിന്റെ തെറ്റല്ല, നീ അത് മനസ്സിലാക്കണം. സ്വയം ബ്ലെയിം ചെയ്യൽ നിർത്തണം. ഇത് കേട്ടപാട് നമ്മുടെ ആങ്ങിന് വല്ലാണ്ട് സമാധാനമാവുന്നുണ്ട്. കാരണം അവനിങ്ങനെ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ആ ഒരു ദിനവും മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാറ്റ്സോ ഞാൻ തിരിച്ചു വരും, നമുക്ക് അപ്പം സംസാരിക്കാം. ഇതും പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. നേരെ നമ്മുടെ ഫയർ നേഷനിലോട്ടും പുറപ്പെടുന്നു. ആ ഫയർ നേഷൻ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അവതാറിന് വേണ്ടിയിട്ടാണ്. സോ അവന്മാരുടെ വായിലോട്ടാണ് അവൻ കയറി ചെല്ലാൻ പോകുന്നത്. ഇനി ഇവൻ രക്ഷപ്പെടോ ഇല്ലേ, നമ്മുടെ സോക്യം കട്ടാറും ജീവനോടെ തിരിച്ചു വരുമോ, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.